വില്ലേജിലെ ഒരു ചെറിയ ചാപ്പലാണ് ഈ കാണുന്നത്. ഇതിലേക്ക് നേരത്തെ ഇതിൽ കയറാമായിരുന്നു. ഇപ്പോൾ ഇത് മണ്ണൊക്കെ ഇടിച്ച കാരണം കൊണ്ട് ഇപ്പോൾ ഇതേ ഒരു മരത്തിൻ്റെ കോണിയാണ് വെച്ചേക്കണത് അതിന് മുകളിലേക്ക് കയറാനായിട്ട്. ഇനിയിപ്പോൾ ഇതിപ്പോൾ ഹൈവേക്ക് പണിത് വരുമ്പോൾ അത് ഇപ്പോൾ പൊളിഞ്ഞു പോകും. അപ്പോൾ അത് ഗവൺമെൻറ് അതിനുള്ള കോമ്പൻസേഷനൊക്കെ കൊടുക്കും. അങ്ങനെയാണ് ഇപ്പോൾ അത് നിൽക്കുന്നത്. ഈ വില്ലേജിലെ ഏക ചർച്ചാണ് ഇത്. ഇവിടേക്കൊക്കെ വന്ന് 3-6 മാസങ്ങൾ കൂടുമ്പോഴൊക്കെയാണ് വന്ന് കുർബാനയൊക്കെ ചെല്ലാനായിട്ട് അച്ഛന്മാർക്ക് പറ്റുക. ഇവിടേക്ക് വരാൻ അച്ഛന്മാരൊന്നും ഇഷ്ടപ്പെടാത്തതിൻ്റെ കാരണം ഇങ്ങനെയുള്ള വഴികളിലൂടെ യാത്ര ചെയ്ത് ഇതുപോലെ കുന്നുകളൊക്കെ കയറിയിട്ട് വേണം ഇത് ചെയ്യാനായിട്ട് ആ കാര്യം. അപ്പോൾ ഇങ്ങനെയാണ് ഇതേ വണ്ടികളുടെ നിറം കണ്ടോ, ചെളി തന്നെയാണ്. അതായത് ഇത്രയും മോശമായ വഴിയാണ്. ഇതിലെ പോകാൻ ആളുകൾക്ക് മടിയാണ്. കാരണം നമ്മുടെ കേരളത്തിൽ നിന്നൊന്നും ഇങ്ങോട്ട് ആൾക്കാർ വരാറില്ല. കാരണം ടൂറിസ്റ്റുകളായിട്ട് വരുന്നവർ മാത്രമാണുള്ളത്. നല്ല വലിയ വണ്ടികൾ വന്നാൽ മാത്രമേ ഈ റൂട്ടിൽ കയറി പോരുള്ളൂ. ഒന്നുകിൽ സ്കോർപ്പിയോ അല്ലെങ്കിൽ ടാറ്റാ സുമോ അല്ലെങ്കിൽ ട്രക്കർ അല്ലെങ്കിൽ ബൊലോറോ അല്ലെങ്കിൽ പിക്കപ്പ് അങ്ങനെയുള്ള വണ്ടികളൊക്കെയാണ് ഈ റൂട്ടിൽ വരുന്നത്. വേറെ വണ്ടികളൊന്നും ഇതിൽ വന്നാൽ അടി തട്ടും. അങ്ങനെ റോഡ് പണിയൊക്കെ നടക്കുന്ന കാരണം കൊണ്ട് വലിയ പ്രശ്നമാണ്. ഇതേ സിസ്റ്ററുണ്ട്, നമ്മുടെ ജോർജ് അച്ഛനുണ്ട്, ഇതേ ചേട്ടനൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു ശവടക്കം നമ്മൾ കണ്ടു. ഇപ്പോൾ അപ്പോൾ ഇതിനേക്കാളും കുറേ പാടുള്ള സ്ഥലങ്ങളൊക്കെ ഇനിയും ഉണ്ട് കയറാനായിട്ട്. ഞങ്ങൾക്ക് നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുക. ഈ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഭയങ്കര അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. ഓക്കെ.